മുടി കൊഴിയുമെന്ന പേടിയിൽ ഒത്തിരി ആളുകൾ നമ്മൾ കീമോതെറാപ്പി എടുക്കാൻ മടി കാണിക്കാറുണ്ട്. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കൊഴിയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ കോശങ്ങൾ പെട്ടെന്ന് വളരുന്ന പോലെ മുടിയുടെ ഗ്രോത്ത് വളരെ സ്പീഡുള്ളതാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ വളരുന്ന ഒരു കോശങ്ങളാണ് മുടി, അല്ലെങ്കിൽ മുടിൻ്റെ ഹെയർ റൂട്ടിലുള്ളത്. അപ്പോൾ ക്യാൻസറിനെ എഫക്റ്റ് ചെയ്യണ പോലെ മുടി കൊഴിച്ചിലും ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ 1 മുതൽ 3 ആഴ്ച ആകുമ്പോഴേക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. ഒരു മാസമൊക്കെ ആകുമ്പോൾ സാധാരണ പീക്ക് നല്ല പൂർണ്ണമായും പല ആളുകൾക്കും മുടി കൊഴിയാറുണ്ട്. എന്നാൽ ഇതിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത് പോലെ തന്നെ ക്യാൻസറിലെ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളരെ താൽക്കാലികം മാത്രമാണ്. പൂർണ്ണമായും മുടി കൊഴിച്ചിൽ ഉണ്ടാക്കുന്ന കീമോതെറാപ്പി വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ കീമോതെറാപ്പിക്കും ഒരിക്കലും മുടി കൊഴിച്ചിൽ ഉണ്ടാക്കാനുള്ള ക്യാരക്ടർ സ്വഭാവം ഇല്ല. പിന്നൊന്ന് നമ്മൾ ഇതിലറിയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ വെറും താൽക്കാലികം മാത്രമാണ്. മുടി കൊഴിച്ചിൽ ഈ മരുന്ന് കീമോതെറാപ്പീൻ്റെ ഡോസ് നിർത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ആഴ്ചയിൽ ഇത് തുടർന്ന് നല്ല രീതിയിൽ വളർന്നു തുടങ്ങി ഒരു മാസത്തിൽ നല്ല രീതിയിൽ മുടി വളർന്നു തുടങ്ങുകയും ചെയ്യും. പല ആളുകൾക്കും 3 മുതൽ 6 മാസം കൊണ്ട് പൂർണ്ണമായും നോർമൽ അവസ്ഥയിൽ വരാറുണ്ട്. ചില ആളുകളിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമെങ്കിലും മുടി കൊഴിച്ചിൽ ഒരു നല്ല രീതിയിൽ തിരിച്ച് വരുന്നത് ഒരു 3 മാസം 6 മാസത്തിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കാരണം കൊണ്ട് പോലും മുടി അല്ലെങ്കിൽ നമ്മളെ ശരീര ഭംഗിയിലുള്ള പ്രശ്നം എന്ന് കരുതിയിട്ട് കീമോതെറാപ്പി മടിക്കുന്ന ആളുകൾ ഇത് താൽക്കാലികം മാത്രമാണ് പലപ്പോഴും. പിന്നെ അതുപോലെ തന്നെ ഇത് തിരിച്ചു വരുന്നതാണ്. നമ്മളെ ക്യാൻസറിൻ്റെ കോശങ്ങൾ നശിക്കുന്ന പോലെ തന്നെയാണ് മുടി കൊഴിയുന്നുള്ളത് ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്.